ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു ഈസി മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഈസി ആയിട്ട് മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഇത് മസാലക്കൂട്ട് എന്ന കമ്പനിയുടെ ഹോം മെയ്ഡ് പ്രൊഡക്റ്റ് ആട്ടോ. മിക്സ് ആൻഡ് കുക്ക്, പെട്ടെന്ന് മീൻ ഉണ്ടാക്കാം. കോട്ടയം സ്റ്റൈൽ മീൻകറി ആട്ടോ. അപ്പം ഇത് ഒരു 1/2 കിലോ മീൻകറി ഉണ്ടാക്കാനുള്ളതാണ്. ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പൊ ഇതെങ്ങനെയാ കുക്ക് ചെയ്യുന്നത് നോക്കാം. നമുക്ക് കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ഈസിയാ, ഭയങ്കര ഈസി. ഇതിനകത്ത് എല്ലാം ഉണ്ട്. നമുക്കിപ്പോ ഒരു മീൻകറി ഉണ്ടാക്കണമെങ്കിൽ എത്ര അളവും മുളക് പൊടി എടുക്കണം, എത്ര പീസ് കുടംപുളി ഇടണം, അപ്പൊ ഇതൊന്നും അറിയണ്ട. ഇതെല്ലാം ഇതിനകത്തുണ്ട്. 1/2 കിലോ മീനിനുള്ള മസാല, ഉള്ളി, എല്ലാ ഐറ്റംസും ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. പിന്നെ ഇതില് കുക്ക് ചെയ്യുന്ന രീതിയൊക്കെ ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടേ. എല്ലാ ഡീറ്റെയിൽസും ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറും അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ അത് കോണ്ടാക്ട് ചെയ്താൽ ഒരു കൊറിയർ ചെയ്ത് തരും കേട്ടോ. പിന്നെ ഇവര് ഷോപ്പ് ഇരിക്കുന്ന മൂവാറ്റുപുഴയിലാണ്. മസാലക്കൂട്ട് എന്നാണ് കമ്പനിയുടെ പേര് കേട്ടോ. അപ്പൊ ഞാനിത് എങ്ങനെയാ, ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്നും ഇതെങ്ങനെയാ കുക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാവേ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പൊ ആ പാക്കറ്റിനകത്ത് 3 പാക്കറ്റായിട്ടാണ് ഉള്ളത്. ഒന്നിനകത്ത് കുടംപുളി, ഒന്നിനകത്ത് മുളക് പൊടി, മസാലപ്പൊടി, പിന്നെ ഒരു പാക്കറ്റിനകത്ത് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കരിയാപ്പില, ഇതൊക്കെയാട്ടോ. അപ്പൊ ഞാൻ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ. 1/2 കിലോ കഷ്ണമീനാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. അപ്പൊ ഞാൻ മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്തേക്ക് ഇതേ നമ്മള് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടായിരുന്നല്ലേ ഉണങ്ങിയത്. അപ്പൊ അതെല്ലാം അവിടെ പൊടിച്ചെടുത്തതാണ്. അപ്പൊ ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. അപ്പൊ ഇതിനകത്തുള്ള മുളക് പൊടിയും ഇതെല്ലാം കൂടെ വേറൊരു പാക്കറ്റിലാണ്. അപ്പൊ അത് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. അപ്പൊ വേറൊരു പാക്കറ്റിനകത്ത് കുടംപുളി ഉണ്ടായിരുന്നേ. അപ്പൊ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ചേർക്കുക കേട്ടോ. അപ്പൊ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണേ. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കേട്ടോ. ഉപ്പ് നമ്മുടെ കണക്കിനാണ് ചേർക്കണ്ടേ. ഇനി ഇത് തിളപ്പിച്ചതിന് ശേഷം മീനിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഇത് നമുക്ക് അടുപ്പയിൽ വെക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഈ മീൻകറിയുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവേ. 1/2 കിലോ മീനാട്ടോ. അപ്പൊ ഇതേ മീനൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിളക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് എണ്ണ ചേർക്കാം. അപ്പൊ ഇതിനകത്തുണ്ടായിരുന്ന കരിയാപ്പിലൊക്കെ നമ്മളിങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചുകൊണ്ട് ഞാൻ ഇതിനകത്ത് കുറച്ച് ഫ്രഷ് കരിയാപ്പില ചേർക്കും കേട്ടോ. പിന്നെ നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പൊ ഇത് നമ്മുടെ കോട്ടയം സ്റ്റൈൽ മീൻകറിയുടെ ഈസി മിക്സ് മസാലക്കൂട്ടിന്റെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, താങ്ക് യു.